ഞാൻ ഒരു വർഷം മുമ്പ് എൻ്റെ മോള് പ്രസവത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ള സമയത്ത് ഞാൻ കാഷ്വാലിറ്റിയിൽ അവിടെയാണ് ബില്ല് പേ ചെയ്യുന്നത്. ബില്ലടച്ചിട്ട് തിരിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അറിയുന്ന ഒരാളാണല്ലോ എന്നോർത്ത് ഞാൻ തിരിഞ്ഞവിടെ നിന്നപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന റിട്ടയർ ആയിപ്പോയ ഒരു ടീച്ചറാണത്. ആളൊരു നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. മേത്ത് ഇങ്ങനെ ഒരു വെള്ള തോർത്ത് കിടക്കുന്നുണ്ട്. ഒരു സഞ്ചിയുണ്ട് കയ്യിൽ. വളരെ അവശ നില എന്ന് പറഞ്ഞാൽ പോരാത്ത അവശതയിലാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് അവിടെ നിന്നു. വണ്ടിയിൽ നിന്ന് ഈ ടീച്ചർ മാത്രം ഇറങ്ങി, ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് ഈ ടീച്ചർ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട്, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൗണ്ടറിലേക്ക് പോയി. ഞാൻ ചെന്നു. എൻ്റെ കയ്യിലാണ്, എൻ്റെ കൂടെയുള്ള ആളുകൾക്കറിയാം ഞാൻ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യം. മൂത്ത കുട്ടി +1 പഠിക്കുന്ന എക്സാമിനോട് ചേർന്നിട്ട് കുട്ടികൾക്ക് അച്ഛനില്ലാതായ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി, 2 പെൺകുട്ടികൾ. അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ഈ തുച്ഛമായ പൈസ, അന്ന് നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 5600 രൂപയായിരുന്നു. അതിൽ നിന്ന് ഇവിടം വരെ എത്തിയ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ, തിരിഞ്ഞൊന്ന് നോക്കാൻ എനിക്ക് വയ്യ. അത്രയ്ക്കും ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരുന്നു കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ ഈ ടീച്ചറിനെ കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമായി. ആ സമയത്ത് ബില്ല് പേ ചെയ്തിട്ട് ഒരു 100 രൂപ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഞാനിതുകൊണ്ട് ആ ടീച്ചറിൻ്റെ കൈ ഇങ്ങനെ വിടർത്തിയിട്ട് ചുരുട്ടി കൈ പിടിപ്പിച്ചു. അപ്പോൾ ഈ ടീച്ചർ എൻ്റെ നേരെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ മായാതെ നിൽക്കുന്നുണ്ട്. ആളിന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അംഗൻവാടിക്കാരുടെ ഒരവസ്ഥ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് എൻ്റെ മോളെന്ന് പറയുമ്പോൾ, മൂത്ത മോള് മലയാളം മീഡിയത്തിൽ കൂടി വന്നാലും ഹൈസ്കൂളിലെത്തിയപ്പോൾ ഇംഗ്ലീഷിന് സ്കൂൾ ടോപ്പായിരുന്നു. ആ കുട്ടീനെ എനിക്ക് മര്യാദയ്ക്കൊരു വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് പറ്റിയില്ല. അന്ന് +1 പോവുകയും അതോടൊപ്പം കുട്ടി ജോലി ചെയ്യുകയും ചെയ്തു. അങ്ങനെ +1 +2 ഒന്നിച്ചെഴുതി നല്ല മാർക്കോടുകൂടി തന്നെ ജയിച്ചു. ഡിഗ്രിക്ക് പോകണം അമ്മ എന്ന് പറഞ്ഞു. തൊഴിലിനോടൊപ്പം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അതാണ് അവസ്ഥ. ഡിഗ്രി കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ഈ അംഗൻവാടി ജോലി കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്, അല്ലെങ്കിൽ ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അവരുടെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ മക്കൾ ഒരു നിലയിലെത്തുന്നില്ല. അതേ ആ മക്കളുടെ മുന്നിൽ നമ്മൾ ഇതിൽ നിന്ന് റിട്ടയർമെൻറ്റൊക്കെ ആയി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ഫസ്റ്റൊക്കെ 20 രൂപയായിരുന്നു. അതിപ്പോൾ ഒരു 200 കഴിഞ്ഞ് 500 ഈ പൈസയാണ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ, ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് വല്ല 50,000 അങ്ങനെയൊക്കെ ആയെങ്കിലായി. ഇന്നത്തെ കാലത്ത് 50,000 രൂപയ്ക്കൊക്കെ എന്ത് വിലയുണ്ട്. അങ്ങനെ നമ്മൾ റിട്ടയർമെൻറ്റായി പിന്നെ മക്കളുടെ ആശ്രയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ അവർ നമ്മളെ സംരക്ഷിച്ചില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു പരാതി നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഈ ജോലിയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തത് എന്താണ്? അതല്ലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ആ ടീച്ചറുടെ അവസ്ഥയും അതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഇന്നും അംഗൻവാടി ജോലിയിലിരിക്കുന്ന എത്രയോ ആളുകൾക്ക് വീടില്ല. ഒരു ലോണൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടില്ല. നമുക്ക് ഈ വരുമാനമല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കിട്ടുന്ന വരുമാനം എന്താ? ഫസ്റ്റ് കയറിയ സമയത്ത് 700 രൂപയായിരുന്നു. അതിപ്പോൾ 15-16 എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് കേന്ദ്ര വിഹിതം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ കിട്ടുന്ന പൈസ തന്നെ പല ഗഡുക്കളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. കേരളത്തിലൊട്ടാകെ, ഇന്ത്യയിലൊട്ടാകെ അംഗൻവാടികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിൽ അവർക്ക് നല്ല വിലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിത അവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് എത്ര പേരുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയാം, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെടാത്ത ആരും തന്നെയില്ല. മാസാമാസം അതൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ഡോക്ടറെ കാണാൻ പറ്റാത്ത എത്രയോ പ്രവർത്തകരുണ്ടെന്നറിയോ?
മരുന്നിന് പോകാൻ ഗതിയില്ലാത്ത പ്രവർത്തകർ ഒരുപാടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ എത്രയുണ്ടെന്നറിയോ? ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്കിതിനൊന്നും തികയില്ല, അതിനുള്ളതില്ല. അംഗൻവാടിയിൽ പച്ചക്കറി വാങ്ങണം, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് പച്ചക്കറി വാങ്ങണത്. നമുക്ക് ബില്ല് പിന്നീട് നമ്മുടെ സൂപ്പർവൈസർ അത് പാസ്സാക്കി തരും. ഗ്യാസ് എടുക്കണം, 1000 രൂപ അതിനായിട്ട് മാറ്റിയോ, അത് നമ്മുടെ ഈ പൈസ എന്നാണ് പോകുന്നത്. അതുപോലെ എന്തും ഏതും അംഗൻവാടിയിൽ എന്തൊരു കാര്യം നടന്നാലൊക്കെ നമ്മുടെ ഒരു വിഹിതം അതിൽ ചിലവാക്കിയേ പറ്റുള്ളൂ, നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണമെങ്കിൽ. ഇന്നിപ്പോൾ എല്ലാവരും മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക. അപ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആവണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ കാലിയാവുന്നത് നമ്മുടെ പോക്കറ്റ് തന്നെയാണ്. ഇതാണ് അംഗൻവാടിക്കാരുടെ അവസ്ഥ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇനിയും പറയും, ഇനിയും ഉറപ്പായിട്ട് പറയും, ശബ്ദിക്കുക തന്നെ ചെയ്യും ഞാൻ. എനിക്ക് എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല. കാരണം വീട്ടുപണിക്ക് പോവാലോ, അതിന് ആരുടെയും അനുവാദം ഒന്നും വേണ്ട. വീട്ടുപണിക്ക് പോവാം, എങ്കിൽ തന്നെ ഇന്ന് അതിൽ നല്ലൊരു വരുമാനം കിട്ടണം. അതല്ല, എനിക്ക് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചു പോകാനാണ് ആഗ്രഹം. പക്ഷെ പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ? പിന്നെ വരാട്ടോ.